ക്രൂയിസ് ടെർമിനൽ നിർമ്മിക്കാൻ കൊച്ചി തുറമുഖ ട്രസ്റ്റിന് 10 ഏക്കർ സ്ഥലം സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ദുബായ് ആസ്ഥാനമായുള്ള എക്സോണിക് ഷിപ്പിംഗ് കമ്പനിയുടെ കൊച്ചി ഓഫീസിന്റെയും ലോജിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞത്ത് കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്തെ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണി കണ്ടെത്താൻ സഹായകരമാകും. ഓഷ്യനേറിയം, അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം, ഫിലിം സിറ്റി എന്നീ പദ്ധതികൾ കൊച്ചിയിലെ ടൂറിസം വളർച്ചയ്ക്ക് വഴിതെളിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ കയറ്റുമതി ഇറക്കുമതി സംരംഭങ്ങൾ ആരംഭിക്കുക, അത് വലിയ മാറ്റം നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കും. നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, ഇതെല്ലാം നമുക്ക് വിഴിഞ്ഞം തുറമുഖം വഴി കയറ്റി അയക്കാൻ പറ്റും. അതിന് ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ പകുതി ചെലവേ വരുള്ളൂ, 1/3 സമയം മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ കേരളത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര മാർക്കറ്റ് കണ്ടെത്താൻ, അതോടൊപ്പം തന്നെ വലിയ തന്ത്രപ്രധാനമായൊരു തുറമുഖമാക്കി വിഴിഞ്ഞം തുറമുഖത്തെ മാറ്റാനും നമുക്ക് അതുവഴി കഴിയും. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ വൻകിട 2 പ്രോജക്റ്റുകളാണ് വരാൻ പോകുന്നത്. ഒന്ന്, ഓഷ്യനേറിയത്തിൻ്റെ നടപടികൾ. ഓഷ്യനേറിയ ഇന്ത്യയിലില്ല, മറ്റിടത്ത്. ഇപ്പോൾ സിഡ്നിയിലവിടെയൊക്കെ പോകണം കാണണമെങ്കിൽ. ആ ഓഷ്യനേറിയം കൊച്ചിയിലുണ്ടാകാൻ പോവുകയാണ്, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ മാരിടൈം ഹിസ്റ്ററി പറയുന്ന ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മാരിടൈം മ്യൂസിയം കൊച്ചിയിലുണ്ടാവും, കൊച്ചിയുടെ പരിസര പ്രദേശത്തുണ്ടാവും. ഇവിടെ ഫിലിം സിറ്റി വരികയാണ് കൊച്ചിയിൽ. അപ്പോൾ വിദേശത്ത് നിന്ന് ടൂറിസ്റ്റുകൾ വന്നാൽ ഒരാഴ്ചയെങ്കിലും ഇവിടെ താമസിക്കാൻ പറ്റാവുന്ന തരത്തിൽ ഹോട്ടലുകൾ കൂടുതലായി വരികയാണ് നഗരത്തിൽ. ഹൈബി ഈഡൻ എം പി, ടി ജെ വിനോദ് എം.എൽ.എ, മുൻ എം.എൽ.എ ജോസഫ് വാഴക്കൻ, കൗൺസിലർ ബിന്ദു വിജു, എക്സോണിക് എംഡിമാരായ ടിൻഡു ബേബി, ജോഷി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിലെ ഓഫീസ് തുടങ്ങുന്നതെന്ന് എക്സോണിക് മാനേജിംഗ് ഡയറക്ടർമാരായ ടിൻഡു ബേബിയും ജോഷി ജോണും പറഞ്ഞു. 6 മാസം മുതൽ 1 വർഷം വരെ നീളുന്ന ലോജിസ്റ്റിക് കോഴ്സുകളാണ് ആരംഭിക്കുന്നത്. ACV ന്യൂസ്, കൊച്ചി.